മിറിയാം കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പിരിച്വൽ പുഡിങ്ങാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പ്രത്യേകതരം ഫ്രൂട്ട്സ്, പാൽ, തേൻ, പ്രത്യാശ, പ്രാർത്ഥന. ഇത്രയുമാണ് ഇതിൽ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിനാവശ്യമായ 1-2 ഐറ്റം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായി അടുപ്പൊന്ന് സെറ്റ് ചെയ്യാം. ഈ അടുപ്പ് സ്നേഹത്തിൻ്റെ അടുപ്പാണ്. ഇനിയും ഒരു പാത്രം എടുക്കാം. ഇത് പീജിയനും പ്രസ്റ്റീജും ഒന്നുമല്ല, വിശ്വാസം എന്ന പാത്രമാണ്. അടുത്തതായി പരിശുദ്ധാത്മാവിൻ്റെ തീയാണ് കത്തിക്കേണ്ടത്. വിശ്വാസം എന്ന പാത്രത്തിലേക്ക് പാലൊഴിച്ച് അതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പശുവിൻ പാലോ ഒട്ടകത്തിൻ പാലോ ഒന്നുമല്ല. ഈ പാൽ പത്രോസിൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നതാണ്. 2ാമത്തെ ഫ്ലോറിൽ 2ാമത്തെ റാക്കിൽ ഉള്ള മായമില്ലാത്ത പാലാണ്. ഇനിയും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നതായ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ ഫ്രൂട്ട്സിനും പ്രത്യേകതയുണ്ട്. ഇത് ഗലേഷ്യൻ സ്റ്റോറിലാണ് ലഭിക്കുന്നത്. 5ാമത്തെ ഫ്ലോറിൽ 23ാമത്തെ റാക്കിലാണ് ഇതും ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഈ 9 കൂട്ടം ഫ്രൂട്ട്സാണ് ഇതിൽ ഇടേണ്ടത്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കുക. ഇതിൽ ഇളക്കുന്ന തവിക്കും പ്രത്യേകതയുണ്ട്. ജീവിതമാവുന്ന പ്രവൃത്തിയുടെ തവിയാണ് ഇതിലേക്കിട്ട് ഇളക്കേണ്ടത്. പാപം അടിയിൽ പിടിക്കാതിരിക്കാൻ തേൻ ഒഴിക്കാം. ഈ തേൻ ലഭിക്കുന്നത് വനത്തിൽ നിന്നു ശേഖരിച്ചു കൊണ്ടുവന്നതല്ല, സങ്കീർത്തന സ്റ്റോറിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിയത്. സങ്കീർത്തന സ്റ്റോറിലെ 19ാമത്തെ ഫ്ലോറിൽ 10ാമത്തെ റാക്കിലും 81ാമത്തെ ഫ്ലോറിൽ 16ാമത്തെ റാക്കിലും ഇത് കാണാം. പിന്നെ മറ്റു ഫ്ലോറിലും ഇത് ലഭിക്കും. തേനിലും തേൻകട്ടയിലും മധുരമുള്ള ഒരു സ്പെഷ്യൽ തേനാണ്. ഇനി ഇതിലേക്ക് വിശുദ്ധിയും പ്രത്യാശയും പ്രാർത്ഥനയും ഇട്ട് കൊടുക്കണം. ഇതിന് അളവില്ല. എത്രയും കൂടുതൽ ഇടുന്നോ അതിനനുസരിച്ച് രുചിയും കൂടും. ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. വളരെയധികം ഗ്യാരണ്ടി കൂടിയ സാധനവുമാണ്. ഇപ്പോൾ നല്ല മണം വന്നു തുടങ്ങി. ഇപ്പം നമ്മുടെ സ്പിരിച്വൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. അതിനായിട്ട് വചനമെന്ന കത്തിയെടുത്ത് സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കാം. ദിവസവും ഇത് രുചിച്ചാൽ വളരെ നല്ലതാണ്. എല്ലാ പ്രായക്കാർക്കും ഇത് കഴിക്കാം. സൈഡ് എഫക്റ്റ് ഒന്നും തന്നെയില്ല. ഇത് സ്പിരിച്വൽ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്